എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ച ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പട്ടികജാതിക്കാരന്റെ സംവരണ വിഷയവുമായിട്ട് സംസാരിച്ചിരുന്നു. ആ സംവരണ വിഷയത്തിൽ ദളിത് ക്രൈസ്തവന്റെ വാദം അതിൽ ന്യായമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ രാജ്യത്തെ പട്ടികജാതി പിന്നോക്ക സമുദായങ്ങളിൽ നിന്ന് ഓരോരോ സമയത്തും ഇസ്ലാം മതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും പരിവർത്തനം ചെയ്ത് പോയിട്ടുള്ള ആളുകളാണ് ദളിത് ക്രൈസ്തവനെന്നും ദളിത് മുസ്ലിം എന്നും അറിയപ്പെടുന്നത്. ദളിത് ക്രൈസ്തവൻ എന്ന് പറയുന്നത് പട്ടികജാതിയിൽ നിന്ന് അവരുടെ വാദം എന്ന് പറയുന്നത് ബഹിരസമാണ്. അവരുടെ വാദം ഈ പട്ടികജാതിയുടെ എല്ലാ സാമൂഹിക അനാചാരങ്ങൾക്കും വിധേയമായ ഒരു വ്യക്തി, ആ വ്യക്തി ഒരു മതം സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ആ സാമൂഹിക അനാചാരങ്ങൾ ഇല്ലാതെയാവുക, ആ ദാരിദ്ര്യാവസ്ഥ ഇല്ലാതെയാവുക എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാമൂഹിക അവസ്ഥ പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ട് ദളിത് ക്രൈസ്തവനെയും ദളിത് മുസൽമാനെയും ഈ പട്ടികജാതി പദവി കൊടുത്ത് അവർക്ക് കിട്ടുന്ന അതേ സംവരണങ്ങളും ആനുകൂല്യങ്ങളും ഇവർക്കും കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ആ വാദത്തിന്റെ സത്യാവസ്ഥ എന്താണ്? കെ.ജി. ബാലകൃഷ്ണൻ കമ്മീഷൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അൺടച്ചബിലിറ്റി അനുഭവിക്കുന്നവർ ഉണ്ടോ എന്ന്. ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വാദത്തിന് കുറച്ചുകൂടി ബലമുണ്ട്. അപ്പൊ തൊട്ടുകൂടായ്മ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ടോ? അപ്പോ അതിന് കൃത്യമായ ഒരു മറുപടി ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ദളിത് ക്രൈസ്തവർക്ക് ഈ പട്ടികജാതി സംവരണം കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ അതിനുള്ളൊരു മറുപടി തരേണ്ടതുണ്ട്. അതായത് പട്ടികജാതി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അൺടച്ചബിലിറ്റി അനുഭവിക്കേണ്ടി വന്ന ആളുകൾക്ക് മാത്രമാണ്, സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് മാത്രമാണ്. അപ്പോ ഈ ദളിത് ക്രൈസ്തവർക്ക് അതേ സ്റ്റാറ്റസ് നൽകണം, അതേ പദവി നൽകണം എന്ന് പറയുമ്പോൾ അവർ ഇന്ന് ഇത് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനാണ് മറുപടി ഇവിടെ കിട്ടേണ്ടത്. ഇനി ഈ ദളിത് ക്രൈസ്തവൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ ഒന്ന് നിർവചിക്കാൻ സാധിക്കുക? ആരാണ് ദളിത് ക്രൈസ്തവൻ? അതായത് ദളിതിൽ നിന്നും മതം മാറി ക്രിസ്ത്യാനിയായവൻ ദളിത് ക്രൈസ്തവൻ എന്നാണ് ഇത് പറയുന്നത്. ഈ ദളിത് പ്രയോഗത്തിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സാധുതയും ഇല്ല. അപ്പൊ ദളിത് എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് ഭരണഘടനയുടെ സാധുത ഇല്ല. ദളിത് എന്ന് പറയുന്നത് ഒരു ജാതിയുമല്ല, ജാതികൾക്കാണ് സംവരണം. അപ്പൊ ദളിതൻ എന്ന് പറഞ്ഞു വരുന്നവർക്ക് സംവരണം കൊടുക്കാനായിട്ട് സാധ്യമല്ല. കാരണം ദളിത് എന്ന് പറയുന്നതിൽ എല്ലാവരുമുണ്ട്. ക്രിസ്ത്യാനിയുണ്ട്, അവശ്യ ക്രിസ്ത്യാനിയുണ്ട്, മുസൽമാനുണ്ട്, ഈഴവരുണ്ട്. അങ്ങനെ ബഹുവിധത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ദളിതൻ എന്ന് പറയുന്നത്. അപ്പോ ദളിതർക്ക് സംവരണം ഇല്ല. അപ്പൊ പിന്നെ ദളിത് ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് സംവരണം കൊടുക്കാൻ സാധിക്കുക? ക്രിസ്ത്യൻ എന്ന് വന്നപ്പോഴത്തേക്ക് അത് മതത്തിലേക്ക് വന്നു. മതത്തിനും സംവരണം കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോ ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയിൽ അംഗീകരിക്കാത്ത ദളിത് പ്രയോഗത്തെ ഇവിടെ നമ്മൾ അതിനെ നിരോധിക്കേണ്ടതുണ്ട്. അപ്പോ ദളിത് ക്രൈസ്തവൻ എന്ന് പറയുന്നത്, അതായത് ഈ പട്ടികജാതിക്കാരൻ അനുഭവിച്ച അതേ പീഡനങ്ങൾ ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് ക്രൈസ്തവ മതത്തിനെതിരാണ്. അതായത് ദളിത് ക്രൈസ്തവൻ എന്നുള്ള പ്രസ്താവന ക്രൈസ്തവ മതത്തിനെതിരാണ്. ദളിത് മുസൽമാൻ എന്നുള്ള പ്രസ്താവന ഇസ്ലാം സമൂഹത്തിന്, ഇസ്ലാം മതത്തിന് എതിരാണ്. അപ്പോ ഈ മതങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രസ്താവന ഈ മതങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, ഈ മത നേതൃത്വം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഈ മതസ്ഥർ പറയണം. ഇത് മതവിരുദ്ധമാണ് അല്ലെങ്കിൽ മതത്തിനെതിരാണ് എന്ന് പറയാൻ കാരണം മതത്തിൽ മത
ശാസനങ്ങളുണ്ട്. ഓരോ മതത്തിനും ആ മത ശാസനങ്ങൾ അനുസരിച്ചിട്ടാണ് ആ മതസ്ഥർ ജീവിക്കേണ്ടത്. ഇവിടെ ബൈബിളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ബൈബിളിൽ പുതിയ നിയമത്തിൽ പൗലോസിന്റെ സുവിശേഷം, പൗലോസിന്റെ കോരിന്തോസുകാർക്ക് എഴുതിയ സുവിശേഷം, രണ്ടാമത്തെ സുവിശേഷം, കോരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ സുവിശേഷത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ഒരു സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അപ്പോ ദളിതൻ ക്രിസ്ത്യാനിയായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. അവന്റെ പഴയത് കഴിഞ്ഞുപോയി, അവൻ പുതുതായി തീർന്നു. അതായത് ദളിതൻ ക്രിസ്ത്യാനിയാകുമ്പോ ദളിതത്വം ഇല്ലാതെയായി. അതാണ് പറയുന്നത്. അവന്റെ മുൻ ജന്മത്തിൽ എന്തായിരുന്നുവോ അതില്ലാതെയായിട്ടാണ് പുതിയ ജന്മം. പിന്നെ ആരായി മാറും? അവിടെ ചെന്നാൽ ക്രിസ്ത്യാനിയാണുള്ളത്. പുതിയ ജന്മമായി ഒരു ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ ക്രിസ്ത്യാനിയാണ് ഉണ്ടാവുക, ദളിത് ക്രിസ്ത്യൻ ഉണ്ടാവില്ല. ഒരാള് മുസ്ലിം മതം സ്വീകരിച്ച് ആ മതത്തിലേക്ക് ചെല്ലുമ്പോൾ ദളിത് മുസൽമാൻ ഉണ്ടാവില്ല, മുസൽമാനാണ് ഉണ്ടാവുക. അപ്പോ ഇത് ദളിത് മുസ്ലിം ഉണ്ട് എങ്കിൽ, ദളിത് ക്രിസ്ത്യൻ ഉണ്ട് എങ്കിൽ അത് ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങൾക്ക് എതിരാണ്. അപ്പോ ഇത് മതപുരോഹിതന്മാർ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോ ദളിതൻ ക്രൈസ്തവനായിട്ട് ദളിതത്വം പോയില്ലെങ്കിൽ ഈ പൗലോസ് പറയുന്ന കാര്യം തെറ്റല്ലേ? പൗലോസ് പറഞ്ഞ കാര്യം ഈ സുവിശേഷത്തില് 2 കൊരിന്ത്യരിൽ 17 വചനം തെറ്റല്ലേ? അത് ബൈബിളിൽ നിന്ന് നീക്കം ചെയ്യാതെ എങ്ങനെയാണ് ദളിത് ക്രൈസ്തവന് സംവരണം കൊടുക്കണമെന്ന് ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് പറയാൻ സാധിക്കുക? എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഒന്നെങ്കിൽ നിങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷം വെട്ടിക്കളയുക, എന്നിട്ട് ഞങ്ങളിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഞങ്ങളിൽ ജാതിയുണ്ട്, ജാതീയമായിട്ടുള്ള വിവേചനം ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കാത്തിടത്തോളം എങ്ങനെയാണ് ദളിത് ക്രൈസ്തവനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുക? അപ്പോ ദളിത് ക്രൈസ്തവൻ എന്നുള്ളത് മതപരമായി നിലനിൽക്കുന്ന ഒരു പ്രയോഗം അല്ല, ഭരണഘടനാപരമായിട്ടും നിലനിൽക്കുന്ന ഒരു പ്രയോഗമല്ല. അപ്പൊ ഇതെന്താണ്? അപ്പൊ ഇത് ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ അട്ടിമറികൾക്ക് വേണ്ടിയിട്ടുള്ള ചില ആളുകൾ ബോധപൂർവം നടത്തുന്ന ഒരു തട്ടിപ്പാണ് എന്നുള്ളത് വ്യക്തമാവുന്നുണ്ട്. ഇനി സംവരണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോ ഇവരെ ആദ്യം ചെയ്യേണ്ടത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ, അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അവര് ഒരു 10-20 വർഷം മുൻപ് ദളിത് ക്രൈസ്തവനെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ സഭാ നേതൃത്വം ഒരു സമരം നടത്തി. ആ സഭാ നേതൃത്വം അന്ന് ഏതാണ്ട് അവരുടെ സ്ഥാപനങ്ങൾ, അന്ന് പറഞ്ഞ കണക്ക് 2500-ൽ പരം വരുന്ന അവരുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടാണ് ആ സമരം നടത്തിയത്. അപ്പോ 2500-ൽ പരം സ്ഥാപനങ്ങൾ അടച്ചിട്ട ഈ ക്രൈസ്തവ സമൂഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 2500ഓളം സ്ഥാപനങ്ങളിൽ തൂപ്പു ജോലി കൊടുത്താൽ, ഈ ദളിത് ക്രൈസ്തവൻ എന്ന് പറയുന്ന ഈ പട്ടികജാതിക്കാരിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു വരുന്നവർക്ക് തൂപ്പു ജോലി കൊടുത്താൽ 2500 കുടുംബങ്ങൾ രക്ഷപ്പെടില്ലേ? എന്തേ നിങ്ങൾ കൊടുത്തില്ല? എന്തേ നിങ്ങൾ കൊടുക്കുന്നില്ല? എന്തേ നിങ്ങൾ ഈ വിഭാഗത്തെ ദളിത് ക്രൈസ്തവൻ അല്ലെങ്കിൽ പുലയ ക്രിസ്ത്യാനി, പറയ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മാറ്റി നിർത്തുന്നു? എന്തുകൊണ്ടാണ് അവരെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്?
ആദ്യം നിങ്ങൾ അവരെ ക്രൈസ്തവനായിട്ട് അംഗീകരിക്കുക. എന്നിട്ട് നിങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ ധർമ്മമനുസരിച്ച് ജീവിക്കുക. ആദ്യം നിങ്ങൾ ഈ മതം മാറി വരുന്ന ആളുകളെ ക്രിസ്ത്യാനിയായി അംഗീകരിക്കാൻ തയ്യാറാവൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ സഭയിൽ അവരെ ചേർക്കാത്തത്? അവരെ മാറ്റി നിർത്തുന്നത് എന്തിനാണ്? ഒരു സഹോദരൻ കമ്മീഷന്റെ മുമ്പിൽ വന്ന് കരയുന്നത് കണ്ടു, ഞങ്ങൾക്ക് സെമിത്തേരി പോലും ഞങ്ങൾ വേറെ ഉണ്ടാക്കേണ്ട ഗതികേടാണ് എന്ന്. ബൈബിളിന്റെ പേരിലാണിത്. അപ്പൊ ഇങ്ങനെയൊരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനം ക്രിസ്തു മതത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നു? അപ്പൊ നിങ്ങൾ അവരെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കണം. അല്ലാതെ പട്ടികജാതിക്കാരന്റെ പങ്ക് കൈയിട്ട് വാരാനല്ല നിങ്ങൾ പ്രേരിപ്പിക്കേണ്ടത്. ഒരു സമൂഹവും ഒരു ക്രൈസ്തവ സമൂഹവും അതിന് ശ്രമിക്കാൻ പാടില്ല. നിങ്ങൾ ആദ്യം ഇവരെ ക്രിസ്തു മതസ്ഥരായിട്ട് ഇവരെ അംഗീകരിക്കുക, ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുക. ദളിത് ക്രൈസ്തവൻ എന്ന് പറഞ്ഞ് ഇവരെ പുറംകാലം കൊണ്ട് ചവിട്ടി മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ ഇവരെ ക്രൈസ്തവനായിട്ട് അംഗീകരിക്കുക. പിന്നെ നിങ്ങൾ ക്രൈസ്തവരിൽ ദാരിദ്ര്യമുണ്ടോ? നിങ്ങൾ മുസൽമാന്മാരിൽ ദാരിദ്ര്യമുണ്ടോ? ദാരിദ്ര്യമുണ്ട് എങ്കിൽ ആ ദാരിദ്ര്യമുള്ളവരുടെ കണക്കെടുക്കണം, അവരെ ഒരു സെറ്റാക്കണം. എന്നിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പാക്കേജ് ഉണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടത്. അല്ലാതെ അത്താഴ പട്ടിണിക്കാരനായ പട്ടികജാതിക്കാരന് കിട്ടുന്ന പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നാണം കെട്ട ഏർപ്പാടിനല്ല ക്രൈസ്തവ സമൂഹം നിൽക്കേണ്ടത്. നിങ്ങളിൽ ദാരിദ്ര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കണക്കെടുക്കൂ. നിങ്ങൾ പറയൂ, എത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് ദരിദ്രരായിട്ടുള്ള ആളുകൾ? എന്നിട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ വയ്ക്കുക. ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ പറയണം ഗവൺമെന്റിനോട്. അല്ലെങ്കിൽ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എന്തുകൊണ്ട് ഇവരുടെ ആ പുതിയ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നില്ല? മതനേതൃത്വം എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? അവരുടെ പഴയത് പോയി, അവരുടെ ദാരിദ്ര്യാവസ്ഥ പോയി, അവർ ദാരിദ്ര്യമില്ലാത്തവരായിട്ട് മാറാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രമിക്കാത്തത്? നിങ്ങൾ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ അന്നത്തിൽ കൈയിട്ട് വരാനായിട്ട് നിങ്ങളിവരെ നടു റോഡിലേക്ക് സമരത്തിന് വേണ്ടിയിട്ട് തള്ളിയിടുന്നതിന്റെ ധാർമ്മികമായിട്ടുള്ള എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് ന്യായമാണ് പറയാനുള്ളത്? അപ്പോ പട്ടികജാതിക്കാരന്റെ സംഭരണ തട്ടിയെടുക്കാൻ, അവർക്ക് കിട്ടുന്ന തുച്ഛമായ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കാതെ നിങ്ങളിലേക്ക് ഏതൊരു ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാമിക മതമാണെങ്കിലും നിങ്ങളുടെ മതം സ്വീകരിച്ച് നിങ്ങളിലേക്ക് വരുന്നവരെ ആ മതത്തിന്റെ എല്ലാ പ്രയോറിറ്റിയും എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഈ പറയുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരില്ലേ? ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ പറയണം, ഗവൺമെന്റിനോട് പറയണം. അതിന് ഞങ്ങളുടെ പങ്ക് എന്തിനാണ് തട്ടിയെടുക്കുന്നത്? ഞങ്ങളുടെ 10% എന്തിനാണ് നിങ്ങൾ കൈയിട്ട് വാരാൻ വരുന്നത്? നിങ്ങൾക്ക് പട്ടിണി ഉണ്ടെങ്കിൽ ആ പട്ടിണി മാറ്റാൻ ഗവൺമെന്റിനോട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പോയ ആളുകൾ ദളിത് ക്രൈസ്തവനെന്ന് അവകാശപ്പെടുന്നവർ നിങ്ങളുടെ സഭയോട് പറയണം നിങ്ങളുടെ പട്ടിണി മാറ്റിത്തരാൻ. ഇതൊന്നും ചെയ്യാതെ പട്ടികജാതി പട്ടികവർഗക്കാരന്റെ അവകാശങ്ങളിൽ കൈയിട്ട് വാരാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എത്രമാത്രം ദുഷ്ട മനസ്ഥിതി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോ അന്യായമായ വാദങ്ങൾ ഉയർത്തുക. രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളുകളായിട്ട് പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരുണ്ടാകാം, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന പുരോഹിതന്മാരുണ്ടാകാം. അങ്ങനെയുള്ള പുരോഹിതന്മാർ ഈ കമ്മീഷന്റെ മുൻപിലും വന്നിട്ടുണ്ടാകാം, ഞങ്ങളുടെ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കണം എന്ന് പറയാൻ. എന്തടിസ്ഥാനത്തിലാണ് ഇത് ചോദിക്കുന്നത്? ഇനി പട്ടികജാതിക്കാരൻ ഈ പരിവർത്തിത മതം മാറി പട്ടികജാതിക്കാരൻ മതപരിവർത്തനം ചെയ്ത് വന്നാൽ ആ പഴയ സ്റ്റാറ്റസ് നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. പഴയ സ്റ്റാറ്റസ് ഇല്ല, പഴയ സ്റ്റാറ്റസ് നിലനിൽക്കില്ല. ഇവൻ മതം മാറിപ്പോയത് എന്തിനാണ്? ഈ പട്ടികജാതിക്കാരൻ അനുഭവിക്കുന്ന യാതൊരു തരത്തിലുള്ള സാമൂഹ്യ ഭ്രഷ്ടുകളെയും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. മതം മാറിപ്പോകുന്ന സമയത്ത് അവർക്ക് റോഡ് നടക്കാൻ അധികാരമുണ്ടായിരുന്നു. ഇപ്പോ സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? പുലയനായിട്ട് ജീവിക്കുമ്പോൾ അവന് പൊതുവഴിയിലൂടെ നടക്കാൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ പൊതു ഇടങ്ങളിൽ പോകാൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ കയറാൻ പാടില്ല. അങ്ങനെയുള്ള 100 വിലക്കുകൾ ഉള്ളപ്പോ ഈ പുലയ മത്തായി ആയി മാറിക്കഴിഞ്ഞാൽ അവന് എല്ലാ ആനുകൂല്യങ്ങളും, അവന് വഴി നടക്കാം, അവന്റെ ആരാധനാലയങ്ങളിൽ പോകാം, മറ്റുള്ളവരുടെ പറമ്പിൽ കയറാം,
ഒരു പ്രശ്നമില്ല, തീണ്ടലും തൊടിയിലും ഇല്ല. അപ്പൊ പുലയനായിട്ടിരിക്കുമ്പോൾ ഭ്രഷ്ടും ക്രിസ്ത്യാനിയായിട്ടിരിക്കുമ്പോൾ ഭ്രഷ്ട് ഇല്ലാത്ത ഒരു സാഹചര്യവും കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞത്, ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്, ഇല്ലേ? അപ്പോ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിലക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ, പട്ടികജാതിക്കാർക്ക് വിലക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഈ പട്ടികജാതി ക്രിസ്ത്യാനിക്ക് പോകാമായിരുന്നു. ഇതൊക്കെ ചരിത്രമാണല്ലോ. ഇതൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ചരിത്രമാണ്. അപ്പൊ അവരുടെ പഴയ സ്റ്റാറ്റസിലല്ല ജീവിക്കുന്നത്. അവര് പുതിയ ഒരു ജീവിതത്തിൽ തന്നെയാണ്. ഏറ്റവും സന്തോഷകരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ദളിത് ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായിട്ടാണ് അവര് ജീവിക്കുന്നത്. ഈ പട്ടികജാതിക്കാരന്റെ ഒരു ആരാധനയെയും എന്തിനു പറയുന്നു? സ്വന്തം അമ്മ അല്ലെങ്കിൽ അച്ഛൻ, സ്വന്തം മാതാപിതാക്കൾ മരിച്ചാൽ പട്ടികജാതിക്കാരന് ഒരു കർമ്മമുണ്ടല്ലോ, വായിക്കരിയിടുക എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്. ആ കർമ്മം ചെയ്യാൻ ഇവർക്ക് മടിയാണ്. ഇവർ പറയും അത് എന്റെ ആചാരമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ് ഈ ദളിത് ക്രൈസ്തവൻ. താലി കെട്ടുന്നത് എന്റെ ആചാരമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനാണ് ഈ ദളിത് ക്രൈസ്തവൻ. ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതെ ഇതെന്റെ ആചാരമല്ലെന്ന് പറയുന്നവനാണ്. ചോറൂണ് ചടങ്ങിൽ പങ്കെടുക്കാതെ ഇതെന്റെ ആചാരമില്ലെന്ന് പറയുന്നവനാണ്. എഴുത്തിനിരുത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാതെ ഇതെന്റെ ആചാരമില്ലെന്ന് പറയുന്നവരാണ് ദളിത് ക്രൈസ്തവൻ. പിന്നെ എങ്ങനെയാണ്? സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രം, ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ മാത്രം ഇതെല്ലാം ഞങ്ങൾക്ക് വേണം, ബാക്കിയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന ഈ ദളിത് ക്രൈസ്തവന് എന്തടിസ്ഥാനത്തിലാണ് ഇവൻ പട്ടികജാതിക്കാരന്റെ ഈ പദവിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്? എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നെങ്കിൽ നിങ്ങൾ മതം മാറിപ്പോയ ആളുകൾ ആ മതത്തിൽ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങൾ സമരം ചെയ്യേണ്ടത് നിങ്ങളുടെ മത പുരോഹിതന്മാരോടാണ്. നിങ്ങളെ തുല്യരായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ക്രിസ്ത്യാനിയായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ കൈയിട്ട് വാരുകയല്ല വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അത് സർക്കാരിനോട് വാങ്ങിച്ചോളൂ. നിങ്ങളിപ്പോൾ സംവരണമാണെങ്കിൽ മതസംവരണം ഭരണഘടന അനുവദിക്കുന്നെങ്കിൽ ഭരണഘടന അമെന്റ് ചെയ്ത് മതങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരട്ടെ. അപ്പൊ ക്രൈസ്തവ മതത്തെ മാത്രമല്ല, ക്രൈസ്തവ മതത്തെയും ഇസ്ലാം മതത്തെയും അതുപോലെ പാഴ്സി മതം, ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള പാഴ്സി മതത്തെയും എല്ലാ മതങ്ങളെയും പരിഗണിച്ചുകൊണ്ട് എല്ലാ മതങ്ങൾക്കും സംവരണം ഏർപ്പെടുത്തട്ടെ. അല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ സംവരണം ഉണ്ടാക്കി തരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറ്റൂ? ക്രിസ്ത്യാനിക്ക് മാത്രം സംവരണം, മുസ്ലിമിന് മാത്രം സംവരണം, ഇപ്പൊ അങ്ങനെയൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് കൊള്ളയാണ്. അത് ഭരണഘടനാപരമായിട്ട് തെറ്റാണ്. സംവരണം ആവശ്യപ്പെടുന്നുവെങ്കിൽ അതെല്ലാവർക്കും കൂടി ആവശ്യപ്പെടുക. നിങ്ങൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് സംവരണം? നിങ്ങൾ മൈക്രോട്ടിക് ന്യൂനപക്ഷമാണല്ലോ അല്ലെ ഈ പാഴ്സികളൊക്കെ. അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ എത്രയോ മതങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെ ബുദ്ധിസ്റ്റുകളും നിയോ ബുദ്ധിസ്റ്റുകളും മറ്റ് സിഖുകാർ, ഒരുപാട് മതങ്ങൾ വേറെ ഇവിടെ ഉണ്ടല്ലോ. അവർക്കൊന്നുമില്ലാത്ത വിഷമമാണല്ലോ നിങ്ങൾക്ക്. അതെന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരം? നിങ്ങളുടെ ഈ ആവശ്യം ജെനുവിനല്ല എന്നുള്ളതാണ്. ദാരിദ്ര്യമൊന്നുമല്ല, സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയൊന്നുമല്ല. അതിന്റെ പിന്നിൽ ചില തന്ത്രങ്ങൾ മെനയുന്ന ചില രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കുതന്ത്രങ്ങൾ ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം, ഞങ്ങളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പാക്കേജുകൾ ഉണ്ടാവട്ടെ. അല്ലാതെ പട്ടികജാതിക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ പങ്ക് വേണമെന്നല്ല പറയുന്നത്. അന്തസ്സുണ്ടോ നിങ്ങൾക്കത് ചോദിക്കാനായിട്ട്? അപ്പൊ മതം വിശ്വസിച്ച് മതം വിട്ടു പോകുന്ന ആളുകൾ, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണ്? ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരാണ് സമൂഹത്തിൽ നിന്ന്. നിങ്ങൾ സ്വമേധയാ മാറിപ്പോയവരാണ്. ഞങ്ങൾ നിർബന്ധപൂർവ്വം മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മാറിപ്പോയവരും മാറ്റി നിർത്തപ്പെട്ടവരുമാണ് ഇവിടെയുള്ള വിഷയം. അപ്പൊ മാറിപ്പോയവന് ഇനി അവൻ തിരിച്ചു വരട്ടെ. അല്ലാതെ അവൻ അവിടെ നിന്നുകൊണ്ട് ഇവിടത്തെ അന്നം കഴിക്കുന്നത് എന്ത് നീതിയാണ്? പുറത്തു നിന്നുകൊണ്ട് അവൻ ഇവിടത്തെ അന്നം കഴിക്കുന്നത് എന്ത് നീതിയാണ്? അവൻ അന്നം കൊടുക്കാം, അവന് തിരിച്ചു വരട്ടെ. അവൻ തിരിച്ചു വരാൻ തയ്യാറുണ്ടോ? ഇല്ല, അവൻ തിരിച്ചു വരാൻ തയ്യാറില്ല. എന്തുകൊണ്ടത് തയ്യാറില്ലാത്തത്? അവൻ അവിടെ സുഭിക്ഷമാണ്. ഇവിടെ ദാരിദ്ര്യമാണ്, ദുഃഖമാണ്, ദൈന്യതയാണ്, മറ്റതാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയവൻ അവിടെ സുഭിക്ഷമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അവൻ തിരിച്ചു വരാൻ തയ്യാറാവാത്തത്. അവിടെ സുഭിക്ഷമായിട്ടിരിക്കുന്ന ആളുകൾക്ക് എന്തിനാണ് പട്ടികജാതി പദവിയിലേക്ക് കയറിക്കൂടാനായിട്ട് ഈ അഭ്യാസങ്ങൾ നടത്തുന്നത്? അപ്പൊ അവിടെ
അവർ ദളിത് ക്രൈസ്തവൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ അവർ സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ടാണ് ജീവിക്കുന്നത്. സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അവരാനന്ദതുന്തിലരാണ്. അവരുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾക്കറിയാം അവര് അങ്ങേയറ്റം സന്തോഷവാന്മാരാണ്. അവരെ ദാരിദ്ര്യം ഒട്ടും തീണ്ടുന്നേയില്ല. ദാരിദ്ര്യം അവരെ വേദനിപ്പിക്കുന്നേയില്ല. അവരുടെ യോഗങ്ങൾ, അവരുടെ കുടുംബയോഗങ്ങൾ, അവരുടെ മീറ്റിങ്ങുകൾ, അവരുടെ പ്രാർത്ഥനകൾ, അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് വളരെ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുന്ന അവർ എന്തിനാണ് ഈ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ അന്നത്തിന്റെ പങ്കുപറ്റാൻ നിങ്ങൾ നോക്കുന്നത്? ഇതിലെന്ത് നീതിയാണുള്ളത്? ഇതാണോ നിങ്ങളുടെ കർത്താവ് പഠിപ്പിക്കുന്ന നീതി? ഇതാണോ നിങ്ങളുടെ കർത്താവ് പഠിപ്പിക്കുന്ന സ്നേഹം, കരുണ, കാരുണ്യം? ആണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു നീക്കം നടത്തുന്നത്? സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞിരിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളെ ഇല്ലാത്ത പണമുണ്ടാക്കി ഡൽഹിക്കും സുപ്രീം കോടതിയിലേക്കും നടത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊക്കെ സ്വർഗരാജ്യം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അന്യന്റെ അന്നം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന് സ്വർഗരാജ്യം കിട്ടുമെന്നാണോ പറയുന്നത്? അങ്ങനെ കിട്ടുമോ? ദൈവത്തിന് നിരക്കുന്നതാണോ ഇത്? നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതാണോ നിങ്ങളുടെ ഈ പ്രവൃത്തികൾ, നിങ്ങളെ ഉയർത്തുന്ന ഈ വാദങ്ങൾ? നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളായ ബൈബിളിനെയും ഖുറാനെയും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മതങ്ങൾ പറയുന്ന ധാർമ്മിക ചിന്തകൾക്ക് നിരക്കുന്നതാണോ നിങ്ങൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം? ഈ പട്ടികജാതിക്കാരന്റെ പങ്ക് വേണമെന്നുള്ള ഈ മുദ്രാവാക്യം നിങ്ങളുടെ ദൈവങ്ങൾക്ക് നിരക്കുന്നതാണോ? ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ഈ മത പുരോഹിതന്മാർ, നിങ്ങൾ ആ മതത്തിന്റെ ഉള്ളറിഞ്ഞ് മതനിയമങ്ങൾ പാലിച്ച് ജീവിക്കുക. ഇതൊരു മതേതര രാഷ്ട്രമാണ്. മതേതര രാഷ്ട്രമാണ്. ഇവിടെ തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ആർക്കും ആരുടെയും അവകാശങ്ങളിൽ കടന്നു കയറാൻ, കവർന്നെടുക്കാൻ അധികാരമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരം തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ നോക്കുന്നത്? ഇത് പ്രതിഷേധാർഹമാണ്. ഇത് എതിർക്കപ്പെടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് കൊടുത്തിരിക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് പിന്മാറുക. ഈ കേസ് നിരുപാധികം പിൻവലിക്കുന്നതായിരിക്കും നിങ്ങളുടെ ദൈവനീതിക്ക് നിരക്കുന്ന ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ സ്വർഗരാജ്യത്തിന് അർഹനാകണമെങ്കിൽ ഞങ്ങളുടെ ഈ അവകാശങ്ങളെ കവർന്നെടുക്കാനുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറേണ്ടതുണ്ട്. ക്രൈസ്തവ പുരോഹിതന്മാർ പിന്മാറേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാരന്റെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ചൂതാട്ടങ്ങളുടെ ഇരയാകാൻ ഈ രാജ്യത്തെ മതപുരോഹിത വർഗം തയ്യാറാകരുത്. അവർ മനുഷ്യത്വത്തെയും സ്നേഹത്തെയും കാരുണ്യത്തെയും ഒക്കെ പറ്റി പറയുന്ന ആളുകൾ ഞങ്ങളുടെ അവകാശങ്ങളെ ഖനിക്കാൻ വേണ്ടിയിട്ട് പടയൊരുക്കം നടത്തുന്നത് എന്ത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഈ 10% സംവരണത്തിന് വേണ്ടി നിങ്ങൾ കടിപിടി കൂടാൻ നിൽക്കരുത്. നിരുപാധികം നിങ്ങൾ അതിനകത്തുനിന്ന് പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഏതറ്റം വരെയും പോകേണ്ടി വരും. ഏതറ്റം വരെയും ഞങ്ങൾ പോവുകയും ചെയ്യും. അത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം.